മഞ്ഞുമലകളുടെ താഴ്വാരത്തുള്ള അതിമനോഹരങ്ങളായ രണ്ട് നീലത്തടാകങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതിലാദ്യത്തേതാണ് ലേക്ക് ലൂയിസ്. ബാൻഫ് ഡൗൺടൗണിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയാണ് ലേക്ക് ലൂയിസ് എന്ന അതിപ്രശസ്തമായ ഈ തടാകമുള്ളത്. കാർ ഒരിടത്ത് പാർക്ക് ചെയ്ത് അവിടെ നിന്നും പാർക്സ് കാനഡയുടെ ബസ്സിൽ കയറിയാണ് ഇവിടെ എത്തേണ്ടത്. ഇവിടെ പാർക്കിംഗ് ലിമിറ്റഡ് ആണ്. ബസ് ഇറങ്ങി അല്പം നടന്നു കഴിഞ്ഞാൽ മനോഹരമായ ആ തടാകത്തിലേക്ക് എത്താം. തിരക്കധികമാകുന്നതിന് മുൻപ് കണ്ടു മടങ്ങാനാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത്. പക്ഷെ മറ്റുള്ളവരുടെയും പ്ലാൻ അത് തന്നെയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം തിരക്കുണ്ട്. ശരിക്കും ഈ തടാകത്തിന്റെ പ്രത്യേകത ഇതിന്റെ കളറാണ്. ഇതിന്റെ മാത്രമല്ല, ബാൻഫ് ജാസ്പർ നാഷണൽ പാർക്കിലുള്ള ഒട്ടുമിക്ക തടാകങ്ങൾക്കും ഈ ഒരു നീല നിറമാണുള്ളത്. അതുതന്നെയാണ് ഇവിടേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നത്. ചില ഹിന്ദി സിനിമകളിലെ ഗാനരംഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കയാക്കിങ്ങും ഹൈക്കിങ്ങും ആണ് ഇവിടെ ചെയ്യാനാകുന്ന പ്രധാന ആക്ടിവിറ്റീസ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതങ്ങളിലൂടെ ഐസ് തെന്നി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന പാറപ്പൊടികൾ ഈ തടാകത്തിലേക്ക് എത്തും. അതിൽ സൂര്യപ്രകാശം പതിക്കുമ്പോഴുണ്ടാകുന്ന റിഫ്ലക്ഷനാണ് ഈ നീല നിറത്തിന് കാരണമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമ്മറിലാണ് ഇതിന് ഏറ്റവും നീല നിറം ഉണ്ടാകുക. ഇപ്പൊ ഇവിടെ ഏകദേശം വിന്ററിലേക്ക് അടുത്തിട്ടുണ്ട്, എന്നിട്ടും സാമാന്യം നീല നിറമുണ്ട്. കൂടുതൽ ആളുകളും ഈ ഒരു വ്യൂ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. കയാക്കിംഗ് ഇന്ന് നമ്മുടെ അജണ്ടയിൽ ഇല്ലാത്തത് കൊണ്ട് അല്പനേരം കൂടി നിന്നിട്ട് നേരെ മൊറൈൻ ലേക്കിലേക്ക് പോകാം. ലേക്ക് ലൂയിസിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഇവിടെ പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടില്ല. മാത്രമല്ല, ഈ സീസണിലെ അവസാന ദിവസമാണിന്ന്. മൊറൈൻ ലേക്ക് വിന്ററിൽ ക്ലോസ്ഡ് ആണ്. ലേക്ക് ലൂയിസിന്റെ അത്ര പ്രശസ്തി മൊറൈൻ ലേക്കിനില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ചിലപ്പോൾ തിരക്ക് കുറവുള്ളത് കൊണ്ടായിരിക്കും. കുറെ കൂടി വലിപ്പവും തീരവും ഇതിനാണുള്ളത്. ഇന്നൊരൽപ്പം നീല നിറവും ഇതിന് കൂടുതൽ ഉള്ളതുപോലെ തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാൻഫ് കാഴ്ചകൾ തുടരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.